എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ ട്രോളാനും കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കൂർക്കം വലി അഥവാ സ്നോറിങ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതെന്തുകൊണ്ടാണോ ഉണ്ടാവുന്നതെന്നോ, ഇത് ചില ആളുകളിലെങ്കിലും അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കാമെന്നോ, ഇതിന് ചികിത്സ വേണമെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് കൂർക്കം വലിയെ പറ്റിയിട്ടാണ്. എല്ലാ കൂർക്കം വലികളും ഇത്തരത്തിൽ പുച്ഛിച്ചും അല്ലെങ്കിൽ പരിഹസിച്ചും കളയേണ്ട ഒന്നല്ല. കാരണം ചിലരിലെങ്കിലും ഇത് വളരെയധികം അപകടകരം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ കൂർക്കം വലിയെ രണ്ടായിട്ട് തരംതിരിക്കാം. ടെമ്പററി ആയിട്ട്, അതായത് എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന കൂർക്കം വലിയും പെർമനന്റ് ആയിട്ട് എപ്പോഴുമുള്ള കൂർക്കം വലിയും. ഈ ടെമ്പററി ആയിട്ടുള്ള കൂർക്കം വലിയുടെ കാരണങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. നമുക്കൊരു ചെറിയ ജലദോഷപ്പനി, നമ്മൾ നീർവീഴ്ച, ജലദോഷം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അധികവും വൈറലായിരിക്കും. അപ്പൊ നമുക്ക് മൂക്കൊലിപ്പുണ്ടാവും, മൂക്കടപ്പുണ്ടാവും. അപ്പൊ ആ മൂക്കടപ്പിന്റെ ഭാഗമായിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ കൂർക്കം വലിക്കാറുണ്ട്. അധികം ഇത് കാണാറുള്ളത് കുട്ടികളിലാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് മൂക്ക് അടഞ്ഞു പോകും. അപ്പൊ അവര് രാത്രി കിടന്നിട്ട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ കൂർക്കം വലിക്കുന്ന, അത് ടെമ്പററിയാണ്. അത് ആ ഒരു ജലദോഷം മാറിക്കഴിഞ്ഞാൽ, ആ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ മാറിക്കഴിഞ്ഞാൽ അത് മാറും ചെയ്യും. അത് ചെറിയ കുട്ടികളിലാണെങ്കിലും ശരി, വലിയ ആളുകളിലാണെങ്കിലും ശരി. അപ്പോൾ അധികവും ടെമ്പററി ആയിട്ട് ഉണ്ടാവുന്ന കൂർക്കവലിയുടെ കാരണങ്ങൾ അപ്പോൾ ഉണ്ടായ ചില വൈറൽ ഇൻഫെക്ഷൻസും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും മൂക്ക് അടപ്പുമാണ്. അപ്പോൾ അതിനെ നമ്മൾ കാര്യമായിട്ടുള്ള വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് മൂക്കിൽ ഒറ്റിക്കണ മരുന്നുകളോ നേസൽ സ്പ്രേകളോ സെട്രസിൻ പോലെയുള്ള എന്തെങ്കിലും ആന്റിഹിസ്റ്റമിൻ മരുന്നുകളോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ജലദോഷം മാറുന്നതിന്റെ കൂടെ അത് മാറും. എന്നാൽ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് കാണുന്ന കൂർക്കം വലിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കുട്ടികളിലും കാണാറുണ്ട്, വലിയ ആളുകളിലും കാണാറുണ്ട്. കുട്ടികളിൽ കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അഡിനോയിഡാണ്. പ്രധാനമായിട്ട് ഒരു 2 വയസ്സ് 3 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെ. ഈ ഒരു 3-4 വയസ്സിലാണ് അഡിനോയിഡ്, നമ്മുടെ ടോൺസിലിന്റെ പിന്നിലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ്. ടോൺസിലും അഡിനോയിഡും ഒക്കെ ഗ്രന്ഥികളാണ്. അപ്പൊ കുട്ടികളിലെ അഡിനോയിഡിന്റെ വലിപ്പം കൂടുന്ന ഒരു പ്രായമാണ് 3-4 വയസ്സ് മുതൽ തുടങ്ങി ഒരു 10 വയസ്സ് വരെ. ഒരു 7-8 വയസ്സാകുമ്പോൾ മാക്സിമം വലിപ്പം വെച്ച് പിന്നെ അത് പതുക്കെ പതുക്കെ ചുരുങ്ങി ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് വളരെ ചെറുതായിട്ട് മാറും. വലിയ ആളുകളിൽ അത് കാണാൻ പോലും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു അഡിനോയിഡിന്റെ വലിപ്പം വെക്കുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ഭാഗമായിട്ട്, അതായത് ഇതിന്റെ എയർവേനെ, നമുക്ക് എന്തുകൊണ്ടാ നമുക്ക് സ്നോറിങ് അഥവാ കൂർക്കം വലി ഉണ്ടാവുന്നേ? നമ്മുടെ എയർവേ, നമ്മുടെ ശ്വാസം പോകുന്ന ആ ശ്വാസനാളി, നമ്മുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ട്യൂബ് പോലെ പോയിട്ട് ട്രക്കിയ വഴിയാണല്ലോ അത് ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ശ്വാസം പോകുന്ന നാളിയിൽ എവിടെയോ ചില ഒബ്സ്ട്രക്ഷൻസ്, എവിടെയൊക്കെയോ ഒരു തടസ്സം, അതുകൊണ്ടാണല്ലോ നമുക്ക് ആ സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോ അഡിനോയിഡ് എന്താ ഉണ്ടാക്കുന്നത്? അഡിനോയിഡ് വലുതാവണതിനനുസരിച്ചിട്ട് അഡിനോയിഡ് ഈ ട്രക്കിയ, നമ്മുടെ ശ്വാസനാളിയെ കംപ്രസ് ചെയ്യും, അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യും, അതിനെ തടസ്സപ്പെടുത്തും. അപ്പൊ അതിന്റെ ഉൾഭാഗത്തെ ലൂമൻ, അതിന്റെ ഉൾഭാഗത്തെ സ്പേസ് കുറയുന്നത് കൊണ്ടാണ് കുട്ടികളിൽ സ്ഥിരമായിട്ടുള്ള സ്നോറിങ് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഈ അലർജിക് റൈനൈറ്റിസ്, അഡിനോയിഡ് ഹൈപ്പർട്രോഫി, ഇതൊക്കെ ഏകദേശം ഈ ഒരു ഒരുമിച്ച് പറയാവുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അഡിനോയിഡ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് അധികവും ഇത്തരത്തിൽ രാത്രി കടന്നു കഴിഞ്ഞാൽ സ്നോറിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരിൽ എപ്പോഴാണ് ചികിത്സ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉറക്കം, അവരുടെ രാത്രിയിലെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു, കുട്ടി പല തവണ എഴുന്നേൽക്കുന്നു, കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല, രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടി ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡെഫിനറ്റ്ലി അത് ആ ക്വാളിറ്റി ഓഫ് ലൈഫിനെ, കുട്ടിയുടെ നോർമൽ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ വേറെ പല കാരണങ്ങളുണ്ട് കേട്ടോ. അഡിനോയിഡിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ചെവിയിൽ ഉണ്ടാവുന്ന പഴുപ്പുകൾ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന കഫക്കെട്ട്, അങ്ങനെ ധാരാളം കാരണങ്ങൾ കൊണ്ട് നമുക്ക് അഡിനോയിഡിന് ചികിത്സ വേണ്ടി വരും. അത് മെഡിക്കലായിട്ട് നമുക്ക് നേസൽ സ്പ്രേകളും മരുന്നുകളും കൊണ്ട് നമുക്ക് ചികിത്സിക്കാം. അതിലൊന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഡിനോയിഡ് എടുത്ത് കളയുന്ന സർജറി ആവശ്യമായിട്ട് വരും. അപ്പോൾ അഡിനോ ടോൺസിലെക്ടമി, അതായത് അഡിനോയിഡ് ഗ്രന്ഥിയും ടോൺസിലും ഒരുമിച്ച് എടുത്ത് കളയുന്ന സർജറി ചെറിയൊരു ശതമാനം കുട്ടികളിലെങ്കിലും ആവശ്യമായിട്ട് വരാറുണ്ട്. അതായത് അവരെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പ്രോപ്പറായിട്ട്, ഇപ്പം നമ്മളൊരു 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ നേസൽ സ്പ്രേയും അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടൊക്കെ നോക്കും ഇത് കുറയുന്നുണ്ടോ, ബെറ്റർ ആവുന്നുണ്ടോ എന്നുള്ളത്. അതിൽ യാതൊരു വ്യത്യാസം കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അഡിനോയിഡ് എടുത്ത് കളയുക എന്നുള്ളതാണ് അടുത്ത വഴി. ഓട്ടെ, അപ്പോൾ കുട്ടികളിൽ കാണുന്ന സ്ഥിരമായിട്ടുള്ള കൂർക്കം വലിയുടെ കാരണം ഒരു 99% കേസുകളിലും ഈ പറയുന്ന പോലെ അഡിനോയിഡിന്റെ ഒരു വലിപ്പം വെക്കലാണ്. അപ്പൊ അത് ചികിത്സിക്കണോ ചികിത്സിക്കണ്ടേ എന്നുള്ളതൊക്കെ ഡോക്ടർമാര് ആ കുട്ടിക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കരുതി തീരുമാനിക്കേണ്ടതാണ്. ഇനി നമുക്ക് വലിയ ആളുകളിലേക്ക് വരാം. വലിയ ആളുകളിലെ ഡെയിലി ഉള്ള കൂർക്കം വലി. ഓക്കെ, അതിന് പല 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 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ, ഒബീസിറ്റി, നമ്മുടെ പൊണ്ണത്തടി. നിങ്ങൾക്കറിയാലോ, പൊണ്ണത്തടിയുള്ള ആളുകളിൽ 99% ആളുകൾ നന്നായിട്ട് കൂർക്കം വലിക്കും. അതെന്തുകൊണ്ടാ? അവർക്ക് ഈ ഭാഗം, അവരുടെ ഈ പറയുന്ന ഈ പൊണ്ണത്തടി വന്ന് ഈ എയർവേ കംപ്രസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റും പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ കൂർക്കം വലി ഉണ്ടായിരിക്കും. പിന്നെ
സ്മോക്കിങ്ങും ആൽക്കഹോൾ, അതായത് നന്നായിട്ട് സെഡേറ്റീവ്സ് ഒക്കെ ഉറങ്ങണേൻ്റെ മുമ്പ് പ്രത്യേകിച്ചിട്ട് സ്മോക്ക് ചെയ്തിട്ടും കള്ളു കുടിച്ചിട്ടൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ആ ഒരു കൺട്രോൾ, അവരുടെ ആ ഒരു അബോധാവസ്ഥയിലായതുകൊണ്ട് തന്നെ പലപ്പോഴും ആ കൺട്രോൾ കിട്ടില്ല, അവരുടെ എയർവേ നാരോഡ് ആവും, അതും അവർക്ക് സ്നോറിങ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. പിന്നെ സ്ലീപ്പ് പൊസിഷൻസ്, പലപ്പോഴും ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ഒരു പ്രോപ്പർ പൊസിഷനിങ് ഒന്നും ഇല്ലാതെ ഒരു ഇംപ്രോപ്പർ പൊസിഷനിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ചില അബ്നോർമൽ സ്ലീപ്പ് പൊസിഷൻസ് കാരണവും സ്നോറിങ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ മൂക്കിൽ ജന്മനാളുള്ള ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, അതായത് മൂക്കിന്റെ പാലം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വല്ലാതെ നീങ്ങിയിരിക്കുക. ഇപ്പൊ എന്റെയൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം സെന്റർ ആണ്. ഇത് വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുന്ന ജന്മന ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ ഒരു അവസ്ഥയിലും ഇത്തരത്തിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിലുള്ള ചില ഒബ്സ്ട്രക്ഷൻസ്, ഞാൻ പറഞ്ഞല്ലോ ശ്വാസനാളീനെ തടസ്സപ്പെടുത്തുന്ന നേസൽ പോളിപ്പുകൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചില ഗ്രോത്തുകൾ, ഇതെല്ലാം കാരണവും ഇത്തരത്തിൽ സ്നോറിങ് ഉണ്ടാവാം. അപ്പോൾ എല്ലാ സ്നോറിങ്ങിനും ചികിത്സ ആവശ്യമുണ്ടോ? ഇതിൽ ചില വാർണിംഗ് സൈൻസ് ഉണ്ട്. എല്ലാ സ്നോറിങ്ങും നമുക്ക് ഞാൻ മുൻപ് പറഞ്ഞ പോലെ പുച്ഛിച്ച് തള്ളാനുള്ളതല്ല. ചില വാർണിംഗ് സൈൻസ് ഉണ്ട്. എന്താണ് ആ വാർണിംഗ് സൈൻസ്? നോക്കൂ, വളരെ ഉച്ചത്തിലുള്ള സ്നോറിങ്, വളരെ ഉച്ചത്തിലുള്ള സ്നോറിങ്. രണ്ടാമത്തേത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പല തവണ രാത്രി ശ്വാസം മുട്ടി എഴുന്നേൽക്കുക. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, ഗ്യാസ്പ് ചെയ്തിട്ട് ചോക്ക് ചെയ്തിട്ട്. നമുക്ക് തോന്നി ഇവരുടെ തൊണ്ടയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടല്ല, അവർ സ്നോർ ചെയ്ത് കംപ്ലീറ്റ് ആ എയർവേ അങ്ങ് ഒബ്സ്ട്രക്ട് ചെയ്യും. കംപ്ലീറ്റ് എയർവേ അങ്ങോട്ട് അടഞ്ഞു പോകുന്ന സമയത്ത് അവർ ശ്വാസം മുട്ടി എഴുന്നേൽക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് രാത്രി ശ്വാസം മുട്ടി എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ വരിക, അത് അവരുടെ ഡെഫിനറ്റ്ലി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ OSA? അപ്പോൾ ഈ സ്നോറിങ്ങിന്റെ ഫലമായിട്ടല്ല പറയുന്നത്, സ്നോറിങ് ഈ പറയുന്ന എയർവേ ഒബ്സ്ട്രക്റ്റ് ആവുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സൗണ്ടാണ്. ഓക്കെ, അത് നമുക്ക് തരുന്ന ഒരു വാർണിംഗ് ആണ്, അത് പുറത്തേക്ക് കാണുന്ന ഒരു ലക്ഷണമാണ് സ്നോറിങ്. സ്നോറിങ് ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ്. എന്തിന്റെ? നമ്മുടെ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നു എന്ന് ശരീരം നമ്മളോട് പറയുന്ന ഒരു ലക്ഷണമാണ് സ്നോറിങ്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ആ ഒബ്സ്ട്രക്ഷൻ വളരെയധികം കൂടുന്ന സമയത്ത് എന്ത് പറ്റും? അവര് രാത്രി ചോക്ക് ചെയ്ത് ഗ്യാസ്പ് ചെയ്തിട്ട് അവര് എഴുന്നേൽക്കും. അപ്പൊ ഈ പ്രോപ്പറായിട്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല, പ്രോപ്പറായിട്ട് അവരുടെ ബ്രീത്തിങ് ശരിയാവില്ല. ഇതിന്റെ ഫലമായിട്ട് അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, രാവിലെ മുഴുവൻ അവർ ഉറക്കം തൂങ്ങിയിരിക്കും, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും. പിന്നെ പല രീതിയിൽ, അതായത് ഇത് നമ്മുടെ പല രീതിയിലുള്ള നമ്മുടെ പൾമണറി പ്രഷറിനെ കൂട്ടും. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പൾമണറി പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് പല രീതിയിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള സംഭവമാണ്. അപ്പൊ എന്താ അതിന് ചെയ്യാൻ പറ്റുക? സ്ലീപ്പ് സ്റ്റഡി നടത്തണം. അതായത് ഉറങ്ങുന്ന സമയത്ത് സ്ലീപ്പ് സ്റ്റഡി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും, അവർ ഉറങ്ങുന്ന സമയത്ത് എത്ര തവണ അവർ എഴുന്നേൽക്കുന്നു, എത്രത്തോളം അവരുടെ ബ്രീത്തിങ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, അവർ എത്രത്തോളം അവർക്ക് ആ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. സ്ലീപ്പ് സ്റ്റഡിയിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കൺഫേം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് പല രീതിയിലാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ, പൊണ്ണത്തടി ഉണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തില്? കൂർക്കം വലിയിൽ. ഓക്കെ, രണ്ടാമത്തേത് സ്മോക്കിംഗ്, ആൽക്കഹോൾ. ഇത് രണ്ടും നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. പിന്നെ സ്ലീപ്പിംഗ് എയ്ഡ്സ്, നമുക്ക് നെയ്സൽ സ്ട്രിപ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്ലീപ്പിംഗ് എയ്ഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളുണ്ട്. അത് രീതി ചില ആളുകളിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ്, CPAP മെഷീൻ, അതായത് രാത്രി നമുക്കൊരു പോസിറ്റീവ് പ്രഷർ, നമ്മുടെ എയർവേയിലേക്ക് ഒരു പോസിറ്റീവ് പ്രഷർ കൊടുക്കുന്ന, നിങ്ങൾ കണ്ടിട്ടില്ലേ രാത്രിയൊക്കെ ഇങ്ങനെ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ച് കിടന്നുറങ്ങുന്ന ആളുകളെ? അവരെന്തിനാണ്? പലപ്പോഴും അവർ ഈ BiPAP, CPAP മെഷീനുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അവർക്ക് അവരുടെ ആ എയർവേയിലേക്ക് ഒരു ചെറിയ പ്രഷർ കൊടുക്കുകയും ആ എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യാതെ, കൊളാപ്സ് ചെയ്ത് പോവാതെ അതിനെ ഓപ്പൺ ആയിട്ട് നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് അവർ ഈ രാത്രി അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടി എഴുന്നേൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ പല 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 ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും CPAP മെഷീനും BiPAP മെഷീനും വേണം എന്നല്ല പറയുന്നത്. പക്ഷേ അത് ഓരോ ആളുകളുടെ ബുദ്ധിമുട്ടിനനുസരിച്ചിട്ടാണ്, സ്ലീപ്പ് സ്റ്റഡി അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതൊന്ന് മാത്രമാണ്, സ്നോറിങ് അഥവാ കൂർക്കം വലി എന്ന് പറയുന്നത് നമ്മൾ തമാശിക്കാനും പുച്ഛിക്കാനും ട്രോളാനും ഉള്ള ഒരു സംഭവമല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അത് വേണ്ട വിധത്തിൽ ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് ആളുകളെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്കറിയുന്ന കൂർക്കം വലിക്കുന്ന എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കൂ. ബൈ.